ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തെ? ഖത്തറിന് നേരെ, ഖത്തറിനെ അല്ല ലക്ഷ്യമിട്ടത്, ഹമാസിനെയാണ് ലക്ഷ്യമിട്ടത് എന്നുള്ള ഇസ്രായേലിന്റെ വാദത്തെ? അതെ, ഖത്തറിനെ അല്ല ഹമാസിനെയാണ് ലക്ഷ്യമിട്ടത് എന്ന ഇസ്രായേലിന്റെ വാദം തന്നെ ഒരു തരത്തിൽ അർത്ഥമില്ലാത്ത ഒന്നാണ്. തങ്ങൾ ആക്രമിക്കുന്നത് ഖത്തറിലേക്കാണ് എന്നവർക്ക് അറിയാതെയല്ലോ. ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ നടപടികൾ നമുക്ക് ഒരു അത്ഭുതം തോന്നാത്തത്, പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് സമ്പൂർണ്ണ സംഹാരം, നിഗ്രഹം തന്നെയാണ്. അതിൽ കുറഞ്ഞ ഒരു കാര്യത്തിന് അവർ തയ്യാറാവില്ല. എത്ര സമാധാന ചർച്ച അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈ എടുത്ത് നടത്തിയാലും അവർ അതിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാവില്ല. അവരെ സംബന്ധിച്ച് ഹമാസിനെ സമൂലം നിഗ്രഹിക്കുക, അങ്ങനെ തുടച്ചു നീക്കുക എന്നൊക്കെ പറയില്ലേ, എന്നിട്ട് ആ ഒരു കീഴ്പ്പെടുത്തൽ, അതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇസ്രായേൽ തൃപ്തിപ്പെടില്ല. ഇവിടെ നമുക്ക് ഈ നിമിഷത്തിൽ അറിയാനുള്ളത്, ഈ നടന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ താല്പര്യം, അവരുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഉണ്ടായിരുന്നു, ട്രംപിന്റെ കൂടി അറിവോടെയാണോ ഇത് സംഭവിച്ചത് എന്നറിയുന്നതിനുള്ള ഒരു രാഷ്ട്രീയ കൗതുകം നമുക്കിപ്പോഴുണ്ട്. അതുകൂടെ കഴിയുമ്പോൾ വിശദീകരണം കിട്ടുമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഗാസയിൽ സമാധാനം എന്നത് അതിവിദൂരമായ ഒരു ലക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തിന് ഒരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇന്ന് ഈ കാണുന്ന സ്ഫോടന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതാ, ഏത് സമാധാന നിർദ്ദേശങ്ങളാണെങ്കിലും അതിനോട് താല്പര്യമില്ല എന്നുള്ള സന്ദേശം ഇസ്രായേൽ നൽകുകയാണ് വ്യക്തമായിട്ട്, അല്ലേ? അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു സമാധാന താല്പര്യം, ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനിയിപ്പോൾ നൊബേൽ സമ്മാനം വാങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ സ്ഥാപനകാലം മുതൽ നമ്മൾ കാണുന്നതാണ്. വ്യക്തികൾ ആണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ അത് കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് നിഗ്രഹിക്കുക. ബൈബിളിൽ ഇപ്പോൾ പഴയ മുതലൊക്കെയുള്ള ഒരു സംഹാര ദൂതനെ കുറിച്ചുള്ള പരാമർശം എപ്പോഴും ഉണ്ട്. ആ സംഹാര ദൂതൻ കടന്നുപോയാൽ മുഴുവൻ സംഹരിക്കപ്പെടും. അതുകൊണ്ട് ഹമാസിനെ സമ്പൂർണമായും നിഗ്രഹിക്കുക, ഇല്ലായ്മ ചെയ്യുക, അതിൽ കുറഞ്ഞ ഒരു സമാധാന വ്യവസ്ഥയിലും ഇസ്രായേൽ ഏർപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. ശരി, നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. എന്തായാലും അമേരിക്കയുടെ പ്രതികരണം എന്താണ് എന്ന് അറിയുവാനേ ബാക്കിയുള്ളൂ. പല രാജ്യങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ജോർദാന്റെ പ്രതികരണം അല്പം മുമ്പ് വന്നു, ആക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ്. ഖത്തർ നേരത്തെ തന്നെ ഈ ആക്രമണം ഭീരുത്വമാണ് എന്ന രീതിയിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞു. അതുമാത്രമല്ല, സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കാൻ ഇല്ല എന്നുള്ള കാര്യവും ഖത്തർ ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ് ഖത്തറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു. സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഹമാസുമായുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കട്ടെ എന്നുള്ളതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഇത്